വിത്തിന്റെ കുഴപ്പമല്ല, നിനക്ക് വേരില്ല, നിനക്ക് യഥാർത്ഥമായ ആത്മീക ബന്ധമില്ല, നിനക്ക് യഥാർത്ഥമായിട്ടുള്ള ആത്മീക ശക്തിയില്ല, നിനക്ക് യഥാർത്ഥമായിട്ടുള്ള ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധമില്ല. കുറെ ഭൗതിക നന്മകൾക്ക് വേണ്ടിയിട്ട് മാത്രം നീ കണ്ടിട്ടുള്ള ദൈവത്തെ മാത്രമേ നിനക്കറിയാവൂ. ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നീ തിരഞ്ഞെടുത്ത ഒരു ദൈവത്തെ മാത്രമേ അറിയാവൂ. പ്രതിസന്ധികളെ ജയിക്കാനുള്ള ദൈവകൃപ നിനക്ക് അറിയത്തില്ല. പ്രതികൂല സാഹചര്യങ്ങൾ നിൽക്കാനുള്ള ഒരു ദൈവകൃപയെ കുറിച്ച് നിനക്ക് അറിയത്തില്ല. ആരുടെയെങ്കിലും ആമേൻ വേരുകൾക്ക് ആഴമില്ല എങ്കിൽ, വേരുകൾക്ക് ആഴമേറിയ അനുഭവങ്ങൾ ഇല്ല എങ്കിൽ, നീ ദൈവത്തോട് ആദ്യം പ്രാർത്ഥിച്ചു ബലപ്പെടേണ്ടത്, കർത്താവേ എനിക്ക് ആഴമേറിയ ഒരു ആത്മീക ബന്ധം നൽകണം. ഭൗതികമായിട്ട് എനിക്കൊന്നുമില്ല എങ്കിലും, എനിക്ക് വീടില്ല, കാറില്ല, ആമേൻ നന്മകൾ ഭൗതിക അനുഗ്രഹങ്ങളില്ല, പക്ഷേങ്കിൽ എനിക്ക് ആഴമേറിയ ഒരു ആത്മീക ബന്ധം വേണം നാഥ. പ്രാർത്ഥനയാകുന്ന താക്കോൽ ഉപയോഗിച്ച് നമുക്കത് തുറക്കുവാൻ കഴിയുമെങ്കിൽ അത് നമ്മുടെ കയ്യിലേക്ക് വരും. എല്ലാം ഗോഡൗണിലാണ്, അല്ലെങ്കിൽ എല്ലാം കലവറയിലാണ്, എല്ലാം നിലവറയിലാണ്. അത് നമ്മുടെ അടുക്കലേക്ക് എത്തണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥനയാകുന്ന താക്കോൽ ഉപയോഗിച്ച്, ആരാധനയാകുന്ന കീ ഉപയോഗിച്ച് നമ്മളതിനെ അവകാശമാക്കണം, പ്രാപിക്കണം. ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒന്നും സൗജന്യമായി അവൻ തരുന്നവനല്ല. എല്ലാറ്റിൻ്റെയും പിന്നിൽ മനുഷ്യർക്കൊരു അധ്വാനം, അല്ലെങ്കിൽ മനുഷ്യർ ചെയ്യേണ്ടത് മനുഷ്യർ ചെയ്യണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഭാഗം. ക്രിസ്തുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്നാണ് ഗിരിപ്രഭാഷണം. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. സ്തോത്രം. ആ മലമേൽ കയറി കർത്താവ് ഉപദേശിച്ച ഉപദേശം വളരെ പ്രശസ്തമാണ്. മഹാത്മാഗാന്ധി അതിനെ അനേക ആവർത്തി ഉദ്ധരിച്ചു. നെഹ്റു അതിനെ ഒത്തിരി പ്രാവശ്യമെടുത്തു. ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ ആ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ചില ഭാഗങ്ങളൊക്കെ കൂടുതലായി ഉദ്ധരിക്കുവാൻ ഒക്കെ അതെ കാരണമായി തീർന്നു. അപ്പോൾ അതൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളറയിൽ നിന്ന് ധ്യാനാത്മകമായ അനുഭവത്തിൽ വന്നതല്ല. അതിലുപരി കേട്ടുകേൾവി, ഒരുപക്ഷെ ആത്മാവിൽ വായിച്ചത് കൊണ്ടായിരിക്കത്തില്ല, ആത്മാവിൽ ധ്യാനിച്ചത് കൊണ്ടായിരിക്കത്തില്ല, ആത്മാവിൽ അത് പ്രാപിച്ചത് കൊണ്ട് ആയിരിക്കാൻ സാധ്യതയില്ല. അതിലുപരിയായി അത് കൂടുതൽ കേൾക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കാരണമായി തീർന്നത് അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ. പക്ഷേ ഇത് നമ്മൾ ആ ഭാഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞേച്ചു പോകാം. അതുകൊണ്ട് നമുക്ക് എന്നാ പ്രയോജനം? നല്ലത് എന്ന് പറയാം, നല്ല ആശയം, നല്ല ചിന്ത, നല്ലത് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും വരത്തില്ല. പക്ഷേ ആത്മാമണ്ഡലത്തിൽ, ആത്മാവിൽ ചിലത് നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ, പ്രാപിക്കുവാൻ കഴിയുമെങ്കിൽ അത് നമ്മളെ ജീവിപ്പിക്കും, അത് നമ്മളെ പണിയും, അത് നമ്മളെ അനുഗ്രഹിക്കും, അത് നമ്മളെ സൗഖ്യമാക്കും, അത് നമ്മെ ലക്ഷ്യബോധമുള്ളവരാക്കി തീർക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് വളരെ അധികം ചിന്തിപ്പിക്കത്തക്ക വിധത്തിൽ ധ്യാനാത്മകമായ അനുഭവത്തിൽ നമുക്ക് കാണുവാനായി കഴിയപ്പെടുന്നു. കർത്താവ് നേരിട്ട് സംസാരിച്ച ഭാഗങ്ങളാണ്, കർത്താവ് അല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞ ഭാഗങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ യേശു പറഞ്ഞ ഉപമകൾ ഒത്തിരി ഉണ്ട്, യേശു ചെയ്ത അത്ഭുതങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കർത്താവ് വ്യക്തമായി പറഞ്ഞത്. ഒരു വിത്ത് ലഭിച്ചു, എന്താ, വെയിലടിച്ചു, അത് മുളച്ചു, കുറച്ച് വളർന്നു. വെയിലടിച്ച സമയത്ത് ഇത് വാടിപ്പോയി. ആ വിത്തിനെ കുറിച്ച് നോക്കുമ്പോൾ നല്ല വിത്താണ്, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല വിത്താണ് ദൈവവചനമാകുന്ന വിത്ത്. ചിലത് വന്നങ്ങ് ക്ലിക്കാകുന്ന സമയത്തിൽ അറിയാതെ പ്രതികരിച്ചു പോകുന്നു. ഒറ്റപ്പെട്ടവന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താ? അവൻ ഒറ്റപ്പെട്ടവന്റെ ദൈവമാണ്. എവിടെയൊക്കെ ആരൊക്കെ ഏകാന്തതകൾ അനുഭവിച്ചു അവിടെ ദൈവം കൂടെ ഉണ്ടായിരുന്നു.
ലോത്തിന്റെ കാലഘട്ടത്തിൽ ലോത്ത്, അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ അബ്രഹാം, ഇസഹാക്കിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഭക്തന്മാർ, നോഹയുടെ കാലഘട്ടത്തിൽ നോഹയുടെ കൂടെ, അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ എവിടെ എല്ലാവരും കൂടെ ചേർന്ന് ആരെ ഒറ്റപ്പെടുത്തിയോ അവന്റെ കൂടെ ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. മറക്കരുത്. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയെങ്കിൽ, നിങ്ങളുടെ ദേശത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയെങ്കിൽ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയെങ്കിൽ, നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ ഒറ്റപ്പെടുത്തിയെങ്കിൽ ദൈവം ആ ഒറ്റപ്പെട്ടവന്റെ ദൈവമാണ്. അതുകൊണ്ട് അകത്തളത്തിൽ ഒരു ശക്തി വ്യാപരിക്കുമ്പോൾ പ്രതികരണം വളരെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, ലോകത്തിലെ ഏറ്റവും നല്ല വിത്താണ് എന്താണ്? ദൈവത്തിന്റെ വചനം. ആ വചനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ വിത്തിനെ കുറിച്ച് നമുക്ക് വേറെ ഒന്നും പറയാനായിട്ട് കഴിയത്തില്ല. തേങ്ങാ വിത്തിനേക്കാളും മാങ്ങാ വിത്തിനേക്കാളും ഓറഞ്ച് വിത്തിനേക്കാളും നാരങ്ങ വിത്തിനേക്കാളും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഇനി എന്തൊക്കെ വിത്താണെങ്കിൽ ആ വിത്തിനേക്കാളും എല്ലാത്തിനേക്കാളും നല്ല വിത്താണ് ദൈവത്തിൻ്റെ വചനം. മറ്റുള്ള വിത്തുകൾക്കെല്ലാം ഒരു പരിധിയുണ്ട്, ഒരു ലെവല് മാത്രമേ ആ വിത്തുകൾ നിൽക്കത്തുള്ളൂ. പക്ഷേ അതിനേക്കാളും അപ്പുറത്ത് നമ്മൾ ചിന്തിക്കുന്ന സമയത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിത്തിനെ ജീവിപ്പിക്കാൻ കഴിയും. അത് ജീവിച്ചതിനെ പണിയുവാൻ കഴിയും, ഉറപ്പിക്കുവാൻ കഴിയും, ബലപ്പെടുത്തുവാൻ കഴിയും, ശക്തിപ്പെടുത്തുവാൻ കഴിയും. അങ്ങനെ തുടങ്ങി ആ വിത്ത് ഒടുവിലെ ഫലം കായ്ക്കും, അത് പടർന്ന് പന്തലിക്കും, അത് ഒരുപാട് പേർക്ക് തണല് കൊടുക്കും, നിത്യജീവനെ കൊടുക്കും, നിത്യജീവനെ കൊടുക്കും. മനസ്സിലായവരെന്ന് കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. ഈ വിത്ത് നിത്യജീവനെ കൊടുക്കുന്ന വിത്താണ് ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത്. നിത്യജീവനെ കൊടുക്കും, നിത്യജീവനെ കൊടുക്കും, നിത്യജീവനെ കൊടുക്കും. ഓക്കെ, അപ്പൊ വിത്തിന്റെ കുഴപ്പമല്ല വാടാൻ കാരണം, ചെടി വാടാൻ കാരണം വിത്തിന്റെ കുഴപ്പമല്ല. പക്ഷേ ഇന്ന് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കോ അല്ലെങ്കിൽ ചെടിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിത്തുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്ന ഒരാളിൻ്റെ അടുക്കലേക്ക് പോയിട്ട് പറയുകയാണ്, ആ ചെടി നല്ല ആരോഗ്യമുള്ളതായി വരണമെങ്കിൽ, ആ വൃക്ഷം നല്ല ആരോഗ്യമുള്ളതായി വരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ആദ്യം അവർ പറയുന്നത് ഇങ്ങനെയായിരിക്കും, ഏറ്റവും നല്ല വിത്തിനെ നിങ്ങൾ എടുക്കണം, ഏറ്റവും നല്ല വിത്ത് എടുക്കണം, എന്നിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ വരുന്നത്. വിത്ത് ഗുണം 10 ഗുണം എന്നൊക്കെ പണ്ടത്തെ ആരൊക്കെ പറയാറുണ്ട്. സോളമനല്ല പറഞ്ഞത്, എങ്കിലും അദ്ദേഹത്തെ അനുകരിക്കുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട് വിത്ത് ഗുണം 10 ഗുണം എന്നുള്ളത്. അപ്പോൾ വിത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ വിത്തിന്റെ കുഴപ്പമല്ല ഇത് വാടിപ്പോകാൻ കാരണം, ഈ ചെടിക്ക് ആരോഗ്യമില്ലാണ്ട് പോകാൻ കാരണം, ഈ വൃക്ഷത്തിന് ആരോഗ്യമില്ലാണ്ട് പ്രതികരണ ശക്തി ഇല്ലാണ്ട് പോകാനുള്ള കാരണം വിത്തിന്റെ കുഴപ്പമല്ല, ഏറ്റവും നല്ല വിത്താണ്. വേരോട്ടം മുളച്ചു, വളർന്നു, വേരോടി. പക്ഷേ അടിയിൽ മണ്ണ് കുറവായിരുന്നു, അടിയിൽ മണ്ണ് കുറവായിരുന്നു. കുറച്ച് താഴോട്ട് പോയപ്പോൾ പാറയാണ്, കുറച്ച് താഴോട്ട് പോയപ്പോൾ പാറയാണ്. വേരിന് ആഴമില്ലാണ്ട് വന്നു. ഒരു ലെവലിൽ ചെന്ന് നിന്ന സമയത്തിൽ എല്ലാ ചെടികളുടെ ഒപ്പവും ഇങ്ങനെ നിന്ന് ആടി 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 നിന്നു. സ്തോത്രം. എല്ലാ ചെടികൾക്കുമൊപ്പം അതിങ്ങനെ സന്തോഷത്തോടെ ആടി 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 നിൽക്കുകയായിരുന്നു. സൂര്യൻ നന്നായിട്ട് പറഞ്ഞു, എനിക്കിന്ന് നന്നായിട്ടൊന്ന് ശോഭിക്കണം, എൻ്റെ സൗന്ദര്യം യഥാർത്ഥത്തിൽ എനിക്കൊന്ന് പ്രകടമാക്കണം, എൻ്റെ സൗന്ദര്യം എനിക്ക് യഥാർത്ഥത്തിൽ ഒന്ന് പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞ് നന്നായിട്ട് ഇവനങ്ങ് ഉദിച്ചു. ഇവൻ ഉദിച്ച സമയത്തിൽ പല ചെടികളും പറഞ്ഞു, നീ എത്ര ഉദിച്ചാലും ഞങ്ങൾ പ്രതിരോധിക്കും, നീ ഉദിക്കുന്നത് ഞങ്ങൾക്ക് നല്ലതാ, നിന്റെ ചൂട് ഞങ്ങൾക്ക് നല്ലതാ, കാരണം ഞങ്ങൾ ആഴത്തിലേക്ക് വേരോട്ടമുള്ളവരാണ്, ഞങ്ങൾ ആഴത്തിൽ കടന്നു ചെന്ന് ഞങ്ങൾക്കാവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, ഞങ്ങൾക്കാവശ്യമായിട്ടുള്ള ജലം, ഇതെല്ലാം ഞങ്ങൾ ഇലയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളതിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 1-2 ചെടികൾ അത് സൂര്യൻ നന്നായിട്ടൊന്ന് ഉദിച്ചപ്പോൾ പറ്റുന്നില്ല, കഴിയുന്നില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ മാക്സിമം നോക്കിയതാണ്, ഇല്ല ഇല്ല ഇല്ല, ഞാനിപ്പോൾ വീഴും, ഞാനിപ്പോൾ തളരും, ഇലയെ കൂട്ടി സ്തോത്രം മേലിലെ തലയൊന്ന് കുനിച്ചു, വാടി കുഴഞ്ഞു 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 കുഴഞ്ഞ് ഇനി എനിക്ക് രക്ഷയില്ല, 1 ഇഞ്ച് എനിക്ക് മുൻപിലേക്ക് പോകാൻ കഴിയത്തില്ല, ഒരു പടി പോലും എനിക്ക് മുന്നേറാൻ കഴിയത്തില്ല
എനിക്ക് ഈ പ്രതിസന്ധികളെ ജയിക്കാൻ കഴിയത്തില്ല, എനിക്ക് ഈ പ്രതികൂലത്തെ ജയിക്കാൻ കഴിയത്തില്ല, ഈ ചൂടിനെ അതിജീവിക്കാനുള്ള ശക്തി എനിക്കില്ല, ഈ ചൂടിനെ ജയിക്കാനുള്ള ബലം എനിക്കില്ല, ഞാനിതാ തോറ്റു, ഞാൻ പിന്മാറുകയാണ്, ഞാൻ വീഴുകയാണ്, എന്നെ കൊണ്ടിനി മുന്നേറാൻ കഴിയത്തില്ല, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ ജയിക്കത്തില്ല, ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് തോൽക്കാനൊരു കാരണമുണ്ട്. വിത്തിൻ്റെ കുഴപ്പമല്ല, ഇതിനാഴത്തിലേക്കുള്ള വേരില്ലാത്തത് കൊണ്ടാണ്. ആഴത്തിലുള്ള ചില നന്മകൾ ഇതിനെ അനുഭവിക്കുവാനോ പ്രാപിക്കുവാനോ കഴിയാത്തത് കൊണ്ടത്രേ ഇത് വാടിപ്പോക. ഇന്ന് പകൽ സമയം എനിക്കൊന്ന് പറയുവാനായിട്ടുണ്ട് സഹോദരങ്ങളെ. വിത്തിൻ്റെ ഗുണം മാത്രമല്ല, ആ വിത്ത് നിന്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്ന് പതിക്കണം. ആ വിത്തിൽ നിന്ന് വരുന്ന വേരുകൾ ആത്മീകമായ ആഴങ്ങളിലേക്ക് നീ പോയി കഴിഞ്ഞാലിട്ട് ആമേൻ വെയിലാകുന്ന പ്രതിസന്ധികൾ, വെയിലാകുന്ന പോരാട്ടങ്ങൾ, വെയിലാകുന്ന രോഗങ്ങൾ, വെയിലാകുന്ന മാനുഷിക പൈശാചിക ശാപബന്ധന പോരാട്ടങ്ങളൊക്കെ നിനക്കെതിരായിട്ട് വ്യാപരിക്കപ്പെടുമ്പോൾ നീ പറയാ, എത്ര പ്രതിസന്ധി വന്നാൽ നീ അറിയാത്ത ഒരാഴമേറിയ ദൈവിക ബന്ധം എനിക്കുണ്ട്. നീ നോക്കുമ്പോൾ എൻ്റെ ഇലകളെ മാത്രമേ കാണുന്നുള്ളൂ, പക്ഷെ നീ കാണാത്ത ഒന്നുണ്ട്. ആഴത്തിലേക്ക് പോയിട്ട് ഞാനൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. ആഴത്തിലേക്ക് എൻ്റെ വേര് ചെന്ന് അവ ഒരിക്കലും പറ്റാത്ത ജലാശയങ്ങളുമായി എനിക്കൊരു ബന്ധമുണ്ട്. എൻ്റെ മേൽ പ്രതികൂലം വരുമ്പോൾ ഈ ജലാശയത്തിനുള്ള ശക്തി കൊണ്ട് ഞാൻ പ്രതിരോധിക്കും, എൻ്റെ ആത്മീക ബലം കൊണ്ട് ഞാൻ പ്രതിരോധിക്കും, എൻ്റെ ആത്മീക ശക്തി കൊണ്ട് ഞാൻ പ്രതിരോധിക്കും, എൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ഞാൻ പ്രതിരോധിക്കും, എന്നെ സഹായിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ പ്രതിരോധിക്കും. നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അതാണ് ചിലർ ഈ കൂട്ടത്തില് എത്ര കഷ്ടത വന്നാലും, എത്ര ബുദ്ധിമുട്ട് വന്നാലും, എത്ര പ്രയാസങ്ങൾ കടന്നു വന്നാലും ക്ഷീണിച്ചു പോകാതെ നിൽക്കുന്നത്. ഏതെങ്കിലും കഷ്ടത്തിന് നിന്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അന്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി കഴിയുമോ? നിങ്ങൾക്ക് ചിലർക്ക് പറയാൻ കഴിയില്ല, പറ്റത്തില്ല എന്നേ. കഷ്ടത വന്നാലും വേദന വന്നാലും എൻ്റെ തേജസ് കൂടിക്കൊണ്ടിരിക്കുക, എൻ്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുക. കാരണം ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവ സാന്നിധ്യം. ഞാൻ ബലഹീനാകുന്ന അനുസരിച്ച് അഭിഷേകം കൂടിക്കൊണ്ടിരിക്കുക, ബലഹീനാകുന്ന അനുസരിച്ച് ദൈവശക്തി കൂടിക്കൊണ്ടിരിക്കുക, ദൈവശക്തി കൂടിക്കൊണ്ടിരിക്കുക, ദൈവശക്തി കൂടിക്കൊണ്ടിരിക്കുക, ദൈവശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അല്ലേ? നമുക്ക് ചിലർക്ക് പറയാനായിട്ട് കഴിയും, ചിലർക്ക് പറയാൻ കഴിയും, ഒരിക്കലും ഒരു വിധത്തിലും നമ്മുടെ കഷ്ടങ്ങൾക്ക് നമ്മെ തളർത്ത. എന്താണെന്നറിയാവോ? നമ്മൾ പോലും അറിയാതെ ബാലൻസ് ചെയ്യുന്ന ഒരു ആത്മീക ശക്തി നമുക്കുണ്ട്. നമ്മൾ ഓരോ ആഴ്ചകളിലും ദൈവസഭയ്ക്കകത്ത് കടന്നു വന്ന് ശക്തിപ്പെട്ട്, ഓരോ ആഴ്ചകളിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ബലം പ്രാപിച്ച്, നാം അറിയാതെ പ്രാപിച്ച് ഭക്ഷിച്ച് പാനം ചെയ്തു പോകുന്ന ദൈവവചനത്തിൻ്റെ ശക്തി, ആരാധനയുടെ ശക്തി, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ബലം, അല്ലെങ്കിൽ പ്രാർത്ഥനയുടേതായിട്ടുള്ള അനുഭവങ്ങൾ, ഈ തരത്തിലൊക്കെയും ദൈവം നമ്മെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ആകയാൽ കഷ്ടത്തിന്, ദുഃഖത്തിന്, വേദനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കൂട്ടരുണ്ട്. പ്രൈസ് ദി ലോർഡ്. സമൃദ്ധി മാത്രം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായ വിശ്വാസമാണ്. അനുഗ്രഹം മാത്രം വരുന്ന സമയത്തിൽ വളരെ സന്തോഷമാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരല്പം ബാലൻസ് ഒന്ന് തെറ്റുന്ന സമയത്ത്, ഒരല്പം ബാലൻസ് തെറ്റി ഇച്ചിരി കഷ്ടം കൂടാൻ തുടങ്ങുമ്പോൾ, ഇച്ചിരി പ്രതിസന്ധികൾ അല്ലെങ്കിൽ വിശ്വാസ പരിശോധന കടന്നു വരുന്ന സമയത്തിലേക്ക് എന്നെ കൊണ്ട് കഴിയത്തില്ല, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി വിശുദ്ധിയോടെ നിൽക്കാൻ എനിക്ക് കഴിയത്തില്ല, എനിക്ക് വേർപാടനുഷ്ഠിച്ച് നിൽക്കാൻ കഴിയത്തില്ല, ഞാൻ തോറ്റുപോകും, തളർന്നു പോകും എന്ന് പറഞ്ഞ് ഭീരുക്കളായി തീരുന്നതിൻ്റെ കാരണമുണ്ട്. വിത്തിൻ്റെ കുഴപ്പമല്ല, നിനക്ക് വേരില്ല, നിനക്ക് യഥാർത്ഥമായ ആത്മീക ബന്ധമില്ല, നിനക്ക് യഥാർത്ഥമായിട്ടുള്ള ആത്മീക ശക്തിയില്ല, നിനക്ക് യഥാർത്ഥമായിട്ടുള്ള ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധമില്ല. കുറെ ഭൗതിക നന്മകൾക്ക് വേണ്ടിയിട്ട് മാത്രം നീ കണ്ടിട്ടുള്ള ദൈവത്തെ മാത്രമേ നിനക്കറിയാവൂ. ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നീ തിരഞ്ഞെടുത്ത ഒരു ദൈവത്തെ മാത്രമേ അറിയാവൂ. പ്രതിസന്ധികളെ ജയിക്കാനുള്ള ദൈവകൃപ നിനക്ക് അറിയത്തില്ല. പ്രതികൂല സാഹചര്യങ്ങൾ നിൽക്കാനുള്ള ഒരു ദൈവകൃപയെ കുറിച്ച് നിനക്ക് അറിയത്തില്ല. ആരുടെയെങ്കിലും വേരുകൾക്ക് ആഴമില്ല എങ്കിൽ, വേരുകൾക്ക് ആഴമേറിയ അനുഭവങ്ങൾ ഇല്ല എങ്കിൽ, നീ ദൈവത്തോട് ആദ്യം പ്രാർത്ഥിച്ചു ബലപ്പെടേണ്ടത്, കർത്താവേ എനിക്ക് ആഴമേറിയ ഒരു ആത്മീക ബന്ധം നൽകണം. ഭൗതികമായിട്ട് എനിക്കൊന്നുമില്ല എങ്കിലും, എനിക്ക് വീടില്ല, കാറില്ല, സമൃദ്ധിയില്ല, നന്മകൾ, ഭൗതിക അനുഗ്രഹങ്ങളില്ല, പക്ഷേങ്കിൽ എനിക്ക് ആഴമേറിയ ഒരു ആത്മീക ബന്ധം വേണം നാഥ. ഒരാത്മീക ബന്ധം ആവശ്യമാണ് എന്നുള്ളത്. സ്തോത്രം. ആകയാൽ കർത്താവ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞു, മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. അവൻ തിരുവായും ഒഴിഞ്ഞ് അവരോട് ഉപദേശിച്ചെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ,
സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ആയിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മനമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ചിട്ട് പറയിൻ കീഴല്ല, തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇതെല്ലാം യേശു തൻ്റെ വായ് കൊണ്ട് സംസാരിച്ച ഒരു ഭാഗം തന്നെയാണ്. അതിൽ 2-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവർ തിരുവായി മൊഴിഞ്ഞവരോട് ഉപദേശിക്കുന്നില്ല. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എത്ര നമുക്ക് സമൃദ്ധി കിട്ടിയാലും തൃപ്തി വരത്തില്ല. നിങ്ങൾ വർത്തമാന പത്രങ്ങളിൽ ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയപ്പെടും ഒറ്റ വാക്ക്. മനുഷ്യൻ്റെ അല്ലെങ്കിൽ മാനുഷികമായ ഒരു കൺസെപ്റ്റാണ്. നമുക്ക് എത്ര സാഹചര്യങ്ങൾ നല്ലതായി വന്നാലും നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കും. ദരിദ്രർ, അസംതൃപ്തി, ഇത് സ്വാഭാവികമായി നമ്മുടെ ഭൗതിക മേഖലകളിൽ നമ്മുടെ പുറകെ ഒരു നിഴല് പോലെ ഉണ്ട്. മനുഷ്യർക്ക് എല്ലാവർക്കും, ഏകദേശമുള്ളവർക്കും. ആത്മാവിൽ എല്ലാവരും എപ്പോഴും തൃപ്തിപ്പെടും. ആത്മാവിൽ നിങ്ങളുടെ ദാരിദ്ര്യം തീരരുത്. ഹല്ലേലൂയ. യേശു പറഞ്ഞത് നിങ്ങളുടെ ഭൗതികമായ ദാരിദ്ര്യം നാളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. അതാണ് യേശു പറഞ്ഞത്. ഇതുവരെ ദൈവം നടത്തിയില്ലേ, അല്ലേ? അപ്പം നാളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. അപ്പോൾ പറവയെ നോക്കുന്ന സമയത്തിൽ എന്താ കാണാനായിട്ട് കഴിയും? ഒറ്റ വാക്കുകൊണ്ടാണ് ദൈവം അതിനെ ഉണ്ടാക്കിയത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ സമയത്ത് അതുണ്ടായി. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടായി. ആ പറവയെ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ഒക്കെ അതിനെ സുഭിക്ഷമായി ദൈവം പോറ്റി. എപ്പോഴും പറയുന്നതാണ്, ഒരു കാക്കയും പട്ടിണി കിടന്ന് മരിച്ച ചരിത്രം ഇല്ല. ദൈവം ഇതിനെയൊക്കെ പോറ്റി പുലർത്തുന്നുവെങ്കിൽ നമ്മളെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് കൊണ്ടുണ്ടാക്കിയതല്ല. തന്നെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സമയമെടുത്ത് നമ്മെ ഉണ്ടാക്കിയെങ്കിൽ, സമയമെടുത്ത് നമ്മെ ഡിസൈൻ ചെയ്തുവെങ്കിൽ നമ്മെ എത്രത്തോളം അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അവിടെയാണ് നമ്മൾ തൃപ്തിപ്പെടേണ്ടത്. എൻ്റെ ദൈവം എന്നെ സൂക്ഷിക്കും, എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തും. സുഹൃത്തുക്കളെ, ആത്മാവിലാണ് നിൻ്റെ ദാരിദ്ര്യം എപ്പോഴും ഫീൽ ചെയ്യേണ്ടത്. ആത്മാവിന് വേണ്ടിയിട്ടുള്ളൊരു ദാരിദ്ര്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആ വ്യക്തിയുടെ ഉള്ളിനകത്ത് എനിക്കിത്രയും അഭിഷേകം പോരാ, എനിക്കിത്രയും അനുഗ്രഹം ആത്മീക അനുഗ്രഹം പോരാ, എനിക്കിത്രയും ആത്മീക ശക്തി പോരാ, ഇത്രയും ആഴമേറിയ ആത്മീക വേരെനിക്ക് പോരാ, എനിക്കിനിയും ആത്മീകമായി വളരണം, എനിക്കിനിയും അഭിഷേകത്തിൻ്റെ അളവ് കൂട്ടണം, എനിക്കിനി ആത്മീകമായി വർദ്ധിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഓരോ ദൈവവചനങ്ങൾ നിങ്ങൾ കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ എവിടെയൊക്കെ നിങ്ങൾക്ക് കുറവെന്ന് ദൈവാത്മാവ് വചനത്തിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുന്നോ അതിനെ അനുദപിച്ച് പാപക്ഷമ ലഭിക്കണം. പാപക്ഷമ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ പുറകെ കടന്നു വരുന്ന ഒരു സാധനമാണ് ദൈവിക രോഗശാന്തിയും വിടുതലും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും. അല്ലാണ്ട് അതിനപ്പുറത്ത് വലിയ തിയറികളൊന്നും ഇല്ല. കുറച്ച് വിശ്വാസം കൂടെ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ആ രോഗശാന്തി നമുക്ക് ലഭിച്ചില്ല എന്ന് വെച്ചുകൊണ്ട് നമുക്ക് അസംതൃപ്തി. ആത്മാവിൽ വളരണം, അഭിഷേകത്തിൽ വളരണം, ആത്മീകമായത് ചിന്തിക്കണം, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഭൗതിക മനുഷ്യന് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം കരുതുന്നത് കൊണ്ട് തൃപ്തിപ്പെടരുത്. അതിലുപരിയായി എങ്ങോട്ട് പോകണം? ഉയരത്തിലുള്ളത് ചിന്തിക്കണം.
നമുക്ക് നിത്യതയിലേക്ക് പോകാനുള്ള വഴികൾ തുറന്നു ദൈവം തരുമ്പോൾ അതിലൂടെ നമ്മൾ നടന്നു പോകണം. സ്തോത്രം. ദൈവം നമുക്ക് തരുന്ന ഓരോ വഴികളും വാതിലുകളും തുറന്നു ലഭിക്കുന്ന സമയങ്ങളിൽ, തുറക്കുന്ന സമയങ്ങളിൽ ആ വാതിലുകളിലൂടെ നമ്മൾ കടന്ന് എവിടെ ലക്ഷ്യം? നിത്യ സ്വർഗത്തിന് അവകാശികളായിട്ട് തീരണം. ബൈബിൾ പഠിക്കുന്നു, ആ ദാരിദ്ര്യം നിനക്കുണ്ടെങ്കിൽ സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദാരിദ്ര്യമായിട്ടുള്ളവർക്ക് വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കും, വഴികൾ തുറന്നുകൊണ്ടിരിക്കും. ആ വഴിയെ അവർ കടന്ന് കയറി മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. സഹോദരങ്ങളെ, ദൈവം നിങ്ങൾക്ക് ആത്മീക ശക്തി വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഭൗതിക വഴികളും തുറന്നു തന്നുകൊണ്ടിരിക്കും, ഭൗതിക നേട്ടങ്ങൾ തന്നുകൊണ്ടിരിക്കും, ഭൗതിക നന്മകൾ തന്നുകൊണ്ടിരിക്കും. ഭക്തന്മാരുടെ കർത്താവ് ദരിദ്രനായിരുന്നുവെങ്കിലും ഭക്തന്മാരുടെ സാഹചര്യങ്ങൾ നോക്ക്. അവർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം കരുതിയിട്ടുണ്ടായിരുന്നു. അവരുടെ തലമുറകൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം കരുതിയിട്ടുണ്ടായിരുന്നു. ഉന്നതിയിലിരിക്കുന്ന അനേക വ്യക്തികളുടെ ചരിത്ര പശ്ചാത്തലങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്കൊക്കെ പറയുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ വയറിറുക്കി കെട്ടി വെച്ചിട്ട് കർത്താവിനെ അനുഗമിച്ച ഒരു പാരമ്പര്യം അവർക്ക് പറയാനുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ദൈവം സകലവും കരുതിയെങ്കിൽ നിന്റെ ആത്മീകമായി നീ വളർന്ന് ആത്മാവിലുള്ള ദാരിദ്ര്യം നിനക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ടെൻഷനായിട്ടല്ല, അതൊരു അസ്വസ്ഥതയായിട്ടല്ല, എങ്കിൽ അത് വേറൊരു ലെവലിലേക്ക് പോകും. ഞാനതല്ല പറയുന്നത്. നിങ്ങൾ തൃപ്തിപ്പെടേണ്ടത് ഭൗതിക വിഷയങ്ങളിൽ, നിങ്ങളുടെ വരുമാനത്തിൽ നിങ്ങൾ തൃപ്തിപ്പെടുക, നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ തൃപ്തിപ്പെടുക, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ തൃപ്തിപ്പെടുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ തൃപ്തിപ്പെടുക. അങ്ങനെ തുടങ്ങിയുള്ള ഈ ഭൂമിയിലുള്ള ഭൗതിക സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ തൃപ്തിയുള്ള ജീവിതം കഴിയണം. ഒരസംതൃപ്തി ഒരിക്കലും ഫീൽ ചെയ്തുകൊണ്ടിരിക്കരുത്. ഹല്ലേലൂയ. ഒരസംതൃപ്തി നിനക്കൊരിക്കലും ഫീൽ ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. നീ ഉള്ളതിൽ തൃപ്തിപ്പെടണം. ഉള്ളതിൽ നീ തൃപ്തിപ്പെട്ട് നീ സ്തോത്രം ആ വിധത്തിലേക്ക് നീ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, ആ തൃപ്തിയോടുകൂടി നീ ആയിരിക്കുന്ന സമയത്തിൽ, തൃപ്തിയുള്ള ജീവിതം കാഴ്ചവെക്കുമ്പോൾ ഭൗതികമായി നീ അനുഗ്രഹിക്കപ്പെടും. ഞാൻ അനുഗ്രഹം പറയുന്നില്ല. നീ തൃപ്തിപ്പെടുമ്പോൾ ആത്മാവിൽ നിന്റെ ദാരിദ്ര്യം കൂടിക്കൊണ്ടിരിക്കണം. ആത്മാവിൽ നിന്റെ ദാരിദ്ര്യം കൂടിക്കൊണ്ടിരിക്കണം. ആത്മാവിൽ നിന്റെ ദാരിദ്ര്യം വർദ്ധിക്കണം. ആത്മാവിൽ നിന്റെ ദാരിദ്ര്യം വർദ്ധിക്കണം. എന്താണ്? എനിക്കിനി ആത്മീകമായി ചിലത് പ്രാപിക്കണം. എൻ്റെ ഉപവാസം ഇതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നില്ല, എൻ്റെ ആരാധന ഞങ്ങൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ല, എൻ്റെ കൂട്ടായ്മ ഞങ്ങൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ, ആത്മാവിലുള്ള ഒരു ദാഹം കുറയരുത്. ആത്മീകമായിട്ടുള്ളത് ബലപ്പെടണം. ആ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മളെ പിടിച്ചു നിർത്തിയ ദൈവ സാന്നിധ്യം, നമ്മുടെ കഷ്ടത്തിൽ നമ്മളെ പിടിച്ചു നിർത്തിയ ദൈവ സാന്നിധ്യം, നമ്മുടെ ബുദ്ധിമുട്ടിൽ നമ്മളെ പിടിച്ചു നിർത്തിയ ദൈവ സാന്നിധ്യം കൊണ്ട് തൃപ്തിപ്പെടരുത്. ഭൗതികത്തിൽ നിങ്ങൾ തൃപ്തിപ്പെടുക. ആത്മാവിൽ നിങ്ങൾക്കൊരു ദാരിദ്ര്യം ഫീൽ ചെയ്യണം. നിങ്ങളുടെ ദാരിദ്ര്യം ഉള്ളിനകത്ത് നിറഞ്ഞു നിൽക്കണം. എന്തിന്? ആത്മീകമായിട്ട് വളരുവാൻ. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.